ഈ പാട്ടുകാരൻ പറഞ്ഞത്, ഭൂമിയിലുള്ള എൻ്റെ വേലയെ തികച്ചിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കും, തിരുഹിതം മിക തികച്ച്. എന്നുവെച്ചാൽ നിൻ്റെ ഹിതം ഈ ഭൂമിയിൽ തികച്ച്. നമ്മുടെ സ്വന്തം ജീവിതത്തെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഹിതം ഞാനിവിടെ പൂർത്തീകരിച്ചിട്ട് അവൻ പ്രത്യാശയോടെ ഇത് പാടുന്നത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പ്രതിഫലത്തിന് വേണ്ടി നിൽക്കും. ഇതാണ് ക്രിസ്ത്യൻ കൾച്ചർ. കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയി പ്രതിഫലം മേടിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല, നമ്മൾ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് ബുദ്ധിയുള്ളവനായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനായിട്ട് സമർപ്പിച്ച്, അത് നമുക്ക് നിന്ദാപരമാണ്, ലോകത്തിന് മുമ്പിൽ നിന്ദയാണ്, അപമാനമാണ്, അവരുടെ മുമ്പിൽ പരിഹാസമാണ്. പക്ഷേ ദൈവത്തിന് കീഴടങ്ങി അവൻ്റെ ഇഷ്ടം ചെയ്തു കഴിഞ്ഞാൽ, ഇന്നിപ്പം പ്രഭാതം രാവിലെ 6 മണിയായതേ ഉള്ളൂ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാനുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ദൈവം നമ്മളിൽ മറച്ചു വെക്കുന്നു. പക്ഷേ ഒരു ദിവസം നമ്മളിവിടെ വിട്ടു പോമേ. ഇനി നമ്മൾ അംഗീകരിച്ചാലും ഇല്ലേലും, ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ക്രിസ്തുവിന് മുമ്പിൽ നിന്നേ പറ്റും. അന്ന് നമുക്ക് പ്രതിഫലം കിട്ടുന്ന പ്രതീക്ഷ വേണമെങ്കിൽ, അതായത് ഈ പ്രതീക്ഷയുണ്ടെങ്കിൽ, പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തോടെ മരിക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് സമ്പൂർണ്ണമായിട്ട് കർത്താവിന് കീഴടങ്ങും.